ഹുസൈൻ വെബ് ഇന്ത്യസ് ചെയ്ത മറ്റൊരു വർക്കിൻ്റെ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഈ വർക്ക് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ താണിക്കുടം പറയുന്ന ഭാഗത്താണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ കണ്ട പോലെ തന്നെ ഒരു ഓപ്പൺ ടൈപ്പ് മോഡുലാർ കിച്ചൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്കായി ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ പറയാലോ, ഈ കിച്ചൻ്റെ ഡിസൈൻ ഒരു ഇന്ത്യൻ ഡിസൈനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. കസ്റ്റമറുടെ കൺസെപ്റ്റ് അനുസരിച്ച് ചെയ്യിപ്പിച്ചാണ്. ഇതിൽ ഒരു മാറ്റവും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഒരു 3D ബേസ്ഡ് ആയിട്ടാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടും തന്നെ നമ്മൾ ചെയ്യുന്ന വർക്കിൽ നിന്ന് ചെറിയൊരു വ്യത്യസ്തമായി ചെറിയൊരു പാറ്റേൺ ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ ഈ കിച്ചൺ വർക്ക് ചെയ്യാനായി സ്ട്രക്ചറിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് 1:1 വൈറ്റ് അലുമിനിയം പ്രൊഫൈലാണ്. അതിൻ്റെ മുകളിൽ ടോപ്പിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ 10mm വി ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് മുകളിലാണ് ക്വാർട്സ്, ഗ്രാനൈറ്റ് എന്നിവ ഉപയോഗിക്കാറുള്ളത്. അത് കഴിഞ്ഞാൽ താഴത്ത് നമ്മൾ 8mm ഫോം ബോർഡ് ഉപയോഗിച്ചിട്ട് ഗ്രൗണ്ട് പാർട്ടീഷൻ ചെയ്യാറുണ്ട്. 2 ഇഞ്ച് സ്കർട്ടിങ് സാധാരണ കൊടുക്കാറുള്ള അതേ പാറ്റേൺ തന്നെയാണ്. പിന്നെ 3Dയിലുള്ള പോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ല, അലുമിനിയം ഫ്രെയിം കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിനും നമ്മൾ ഇതേപോലെ 2 ഇഞ്ച് സ്കർട്ടിങ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അക്സസറീസ് എല്ലാം നമ്മൾ എപ്കോ ബേസ്ഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എപ്കോ ബ്രാൻഡിൻ്റെ വിക്കർ ബാസ്ക്കറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോയിൽ ഇപ്പോൾ കാണുന്ന പോലെ ഫ്രണ്ടിലൊരു ഫ്രിഡ്ജിൻ്റെ ബേസായിട്ടൊരു പാർട്ട് വരുന്നുണ്ട്. അത് 3Dയിൽ ചെയ്ത ഒരു കൺസെപ്റ്റാണ്. ആ ഫ്രിഡ്ജിൻ്റെ ഫ്രണ്ടേജ് കാണണ്ടെന്ന് പറഞ്ഞിട്ട് ആ വർക്കിൻ്റെ ഫിനിഷിങ് കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. അത് നമ്മൾ ചെയ്തിരിക്കുന്നത് 2:1 ഫ്രെയിമിൽ PVC ഷീറ്റ് ഫോൾഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ റിവ്യൂ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ലോഫ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അലുമിനിയം 1:1 ഫ്രെയിം തന്നെയാണ്. അതിൻ്റെ ഗ്രൗണ്ട് ഭാഗത്ത് ഒരു നല്ലൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടും ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അലുമിനിയം അൾട്രാ കോട്ടഡ് പ്രൊഫൈൽ ഉപയോഗിച്ചിട്ട് അതിൽ PVC ഷീറ്റ് ഇട്ടിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വൺ സൈഡ് സ്ട്രക്ചറാക്കി. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്ട്രക്ചർ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ വർക്കിൻ്റെ ഇൻട്രൊഡക്ഷനിൽ കണ്ട പോലെ തന്നെ ഒരു ടേബിൾ ടോപ്പും സൈഡ് പാനലും ഉള്ളൊരു ടൈപ്പ് കിച്ചൺ തന്നെയാണ്. ഈ കിച്ചൻ്റെ ടോപ്പ് ലോഫ്റ്റാണ് ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ മുൻകൂട്ടി പറഞ്ഞ പോലെ 2 ഭാഗത്തും PVC പാനലിംഗ് ഉപയോഗിച്ചിരിക്കുന്നത്. ടോപ്പിൽ വുഡ് പാനലിംഗ്, സൈഡ് ബ്ലൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ലോഫ്റ്റിൻ്റെ അതേ കളറ്. ഇപ്പം ടോൾ യൂണിറ്റിലേക്ക് വരുമ്പോൾ ബ്ലാക്ക് ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അകത്തെല്ലാം PVC ഷീറ്റാണ് തട്ടിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടോൾ യൂണിറ്റിൻ്റെ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. റെഡിമെയ്ഡ് ആക്സസറീസ് വാങ്ങുമ്പോൾ നല്ലൊരു എക്സ്പെൻസ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ചിലവ് കുറയ്ക്കാനാണ് നമ്മൾ ആ തട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലെ ആക്സസറീസ് എല്ലാം എപ്കോ ബ്രാൻഡിൻ്റെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓവർ ഹെഡ് ബോക്സിലും ബ്ലാക്ക് ഗ്ലാസ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ടോൾ യൂണിറ്റിൽ ബേസായിട്ട് ടോപ്പ് ബോക്സിലും ഓവർ ഹെഡിലും ബ്ലാക്ക് ഗ്ലാസ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിലോട്ട് വരുമ്പോൾ നമ്മൾ ഒരു 3 ഡോറ് വെച്ച് കുറച്ച് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഫുഡ് സെർവ് ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് സ്റ്റാൻഡേർഡ് ചെയ്യുന്ന പോലെ ഒരു 4 ഫീറ്റിനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടോപ്പിൽ നാനോ വൈറ്റും ഫ്രണ്ടിൽ 3D കണ്ട പോലെ ഒരു ബ്ലൂ ഫിനിഷിംഗാണ് കൊടുത്തിരിക്കുന്നത്. ബോട്ടത്തിലേക്ക് വരുമ്പോൾ ഒരു ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അക്സസറീസായിട്ട് ഫസ്റ്റ് ഡസ്റ്റ്ബിൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡോറിലെല്ലാം പുറകിൽ ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഡബിൾ ഷീറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു ലിക്വിഡ് ട്രൈ ആണ്. പിന്നെ ഒരു 3 ഫീറ്റിൻ്റെ ടാൻഡം കട്ട്ലറീസ്, കത്തി, കന്നി, സ്പൂണ് വയ്ക്കാനൊക്കെ നമ്മൾ 3 ഫീറ്റിൻ്റെ ടാൻഡമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ താഴെയായിട്ട് സ്പൈസസ് വയ്ക്കാനുള്ളൊരു 6 ഇഞ്ച് 6 ഇഞ്ച് വലിപ്പത്തിലുള്ളൊരു ടാൻഡം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഒരു 16 ഇഞ്ച് വലിപ്പത്തിലുള്ളൊരു ടാൻഡമാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾക്ക് കുക്കർ, പാൽ കുക്കർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെക്കാം. പിന്നെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു 3 വിക്കറ്റ് ട്രൈ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ വിക്കറ്റ് ട്രൈ പക്ക എപ്കോ ബ്രാൻഡിൻ്റെയാണ്. PVC ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വുഡൻ്റെ കിട്ടണമെങ്കിലും അത് ഫംഗസ് വരാനും ഉപയോഗിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് PVCൻ്റെ തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. മുകളിൽ 4 ഇഞ്ചും സെൻട്രലിൽ 6 ഇഞ്ചും ഏറ്റവും താഴെ 8 ഇഞ്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനടുത്തായിട്ട് വയർ നെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതും എപ്കോ ബ്രാൻഡ് തന്നെയാണ്. സ്റ്റീലിൻ്റെ സോഫ്റ്റ് ലൈഡിങ്ങാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 3 പ്ലെയിൻ ബാസ്ക്കറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീഡിയോ ഇതുവരെ കണ്ട നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു.
ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വർക്ക് നിങ്ങളുടെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളെ വീഡിയോ കണ്ട് സഹകരിച്ചതിന് വളരെയധികം നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.